ഹലോ ഗായ്സ്. മാർച്ച് 13, 2026 ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പൂരമഹോത്സവം എടുത്തു പറയേണ്ട ഒരു പൂരം കൂടിയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 96 ദേശം അടങ്ങിയ ഒരു പൂരം കൂടിയാണിത്. ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിട്ടും ഹാപ്പിയായും കണ്ടു നിന്നിരുന്ന ഒരു പൂരം കൂടിയാട്ടോ ഇത്. കാരണം ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം എറണാകുളത്താണ്. അവിടെ 3 ആനയിൽ ഒതുങ്ങിയിരുന്ന പൂരം ഇവിടെ 30 ആനയിലേക്ക് മാറുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അത്ഭുതം എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് തന്നത്. എന്താ പറയാ, ഒരുപാട് പൂര കമ്മിറ്റികളും അവർ കൊണ്ടുവരുന്ന പൂരങ്ങളും വെറൈറ്റി പൂരങ്ങളും എല്ലാം കൊണ്ട് പൂരം കൊഴുക്കുന്നൊരു ദിവസം കൂടിയാണ് മാർച്ച് 13. ഞാൻ എത്ര ദൂരെ ആണെങ്കിലും ഈ ഒരു ദിവസം ഞാനിവിടെ എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. തീരെ പൂരപ്രേമി അല്ലാതിരുന്ന എന്നെ പൂരപ്രേമി ആക്കിയ ഒരു പൂരം കൂടിയാണ് ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പൂരം. 96 ദേശമടങ്ങിയ ഈ പൂരം കാണാനായിട്ട് ഈ 96 ദേശത്തു നിന്നും ആളുകൾ എത്തും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പൂരം. അത് മാത്രമല്ല, വേറൊരു വിശേഷം കൂടിയുണ്ട്. 10 വർഷത്തിന് ശേഷം വെടിക്കെട്ട് നടക്കുന്ന ഒരു പൂരം കൂടിയാണ് ഈ പ്രാവശ്യം ആമക്കാവിലെ. സോ അതിനനുസരിച്ചുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും പൂരം കാണാനും വെടിക്കെട്ട് കാണാനും. ഗംഭീരാട്ടോ. ഇപ്രാവശ്യം ആമക്കാവ് തൂക്കി വെടിക്കെട്ട്, പറയാതിരിക്കാൻ പറ്റൂല. സൂപ്പറായിരുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു തവണയെങ്കിലും ഈ ആമക്കാവ് പൂരം എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെ വള്ളുവനാടൻ ഭാഗത്തൊക്കെ ഈ പൂരം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം കൂടിയാണ് അല്ലേ. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ കൂടി അടിച്ചു പൊളിച്ചു പൂരത്തിന്. എൻ്റെ പേഴ്സണൽ കുറച്ച് പർച്ചേസും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളും എല്ലാമായിട്ട് ഹാപ്പി ആയിരുന്നു ഞാൻ. കുറേ നാൾക്ക് ശേഷം ഒരു പൂരം എൻജോയ് ചെയ്തതിൻ്റെ ഹാപ്പിനെസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അതുകൂടാതെ ഇവിടുത്തെ പൂരത്തിന് പലതരം പൂരങ്ങളാട്ടോ ഇവർ കൊണ്ടുവരിക. തിറ, അതുപോലെ വേഷങ്ങൾ, നിലക്കാവടി, കാവടി, ആനപ്പൂരം, അങ്ങനെ വെറൈറ്റി പൂരംസ് ആണ് ഇവിടെ ഉള്ളത്. അത് കൂടാതെ തന്നെ എൻ്റെ മെയിൻ ഒരു ജോബും കൂടി അന്നുണ്ട്. കാക്കാത്തിമാരെ കൊണ്ട് കൈ നോക്കിപ്പിക്കുക. എന്താകും ഫ്യൂച്ചർ, ഇനി നാളെ എന്താവും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാട്ടോ അതിൻ്റെ പുറത്തിരിക്കുന്നത്. രസ, ചുമ്മാ ഒരു രസം. പിന്നെ വെടിക്കെട്ട്, അത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. പൊളിച്ചടുക്കി. ഇനി അടുത്ത ഒരു വർഷത്തിലേക്കുള്ള കാത്തിരിപ്പ്.